പ്രിയ കുട്ടികളെ, ഞാൻ ഡോക്ടർ സപ്ന കെ വി, GVHSS ചെറുവണ്ണൂരിലെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ടീച്ചറാണ്. യൂണിറ്റ് 7 റെയറിംഗ് ഓഫ് ഡക്ക്, ടർക്കി ആൻഡ് കോയിൽ എന്ന ചാപ്റ്ററിന്റെ ആദ്യ ഭാഗമായിട്ടുള്ള റെയറിംഗ് ഓഫ് ഡക്ക് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞുവല്ലോ. ഇനി ടർക്കി കോഴി പരിപാലനവും കോയിൽ പരിപാലനവും അഥവാ കാട പരിപാലനവും എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായും മാംസത്തിനു വേണ്ടിയാണ് ടർക്കി കോഴികളെ വളർത്തുന്നത്. കുറച്ച് ടർക്കി ബ്രീഡുകൾ പരിചയപ്പെട്ടാലോ? ബ്രോഡ് ബ്രസ്റ്റഡ് ബ്രോൺസ്, ബെൽസ്വില്ലി ലാർജ് വൈറ്റ്, ബെൽസ്വില്ലി സ്മോൾ വൈറ്റ്, ബോർബോൺ റെഡ്, വൈറ്റ് ഹോളണ്ട്, സ്ലേറ്റ് ടർക്കി, ബ്ലാക്ക് ടർക്കി ഇവയെല്ലാമാണ് സാധാരണയായി വളർത്തിവരുന്ന ടർക്കി ബ്രീഡുകൾ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ബ്രോഡ് ബ്രസ്റ്റഡ് ബ്രോൺസ് ടർക്കിയാണ്. ദിസ് ഈസ് സ്ലേറ്റ് വെറൈറ്റി ഓഫ് ടർക്കീസ്. ദെൻ ദിസ് ഈസ് ബെൽസ്വില്ലി സ്മോൾ വൈറ്റ് ടർക്കി. പിക്ചറിൽ വരുന്നത് ബഫ് ടർക്കീസ്, ദെൻ ബ്ലാക്ക് ടർക്കി, ബോർബോൺ റെഡ് കളർ പോലെ ബോർബോൺ റെഡ്, അടുത്തത് റോയൽ പാം, നരഗൻസെക് ടർക്കി, വൈറ്റ് ഹോളണ്ട്. മാനേജ്മെന്റ് ഓഫ് ടർക്കി. ടർക്കി കോഴികളെ ഡീപ് ലിറ്റർ സിസ്റ്റത്തിലും റേഞ്ച് സിസ്റ്റത്തിലും വളർത്താവുന്നതാണ്. ഡീപ് ലിറ്റർ സിസ്റ്റത്തിൽ വളർത്തുന്ന ടർക്കി കോഴികൾക്ക് ലാർജ് വെറൈറ്റീസ് ഓഫ് ടർക്കി കോഴി, അതായത് ബെൽസ്വില്ലി ലാർജ് വൈറ്റ് പോലുള്ള ടർക്കി കോഴികൾക്ക് 1 മീറ്റർ സ്ക്വയർ എന്ന രീതിക്കും, സ്മോൾ വെറൈറ്റീസ് ബെൽസ്വില്ലി സ്മോൾ വൈറ്റ് പോലുള്ള ടർക്കി വെറൈറ്റീസിന് 0.81 മീറ്റർ സ്ക്വയറും ഫ്ലോർ സ്പേസ് നൽകേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ കോഴികളുടെ ഇരട്ടി സ്ഥലം ടർക്കി കോഴികൾക്ക് ആവശ്യമാണ്. കോഴി വളർത്തൽ പോലെ തന്നെയാണ് ടർക്കി വളർത്തലും. പക്ഷേ ടർക്കി കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക പരിപാലനം അത്യാവശ്യമാണ്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ടർക്കികളെ ലിറ്റർ മെറ്റീരിയലും സ്ലേറ്റഡ് ഫ്ലോറിലും ബ്രൂഡ് ചെയ്തിരിക്കുന്നതാണ്. ടർക്കി കോഴികൾക്ക് 12 ആഴ്ചയാകുമ്പോഴേക്കും 4 കിലോ ഭാരം എത്തുന്നു. 20 മുതൽ 24 ആഴ്ച കൊണ്ട് അതിന്റെ ഭാരം 8 മുതൽ 9 കിലോ വരെ ആവും. ഒപ്റ്റിമം മാർക്കറ്റിംഗ് ഏജ് എന്ന് പറയുന്നത് 12 മുതൽ 14 ആഴ്ച വരെയാണ്. കാരണം അത് കഴിഞ്ഞാൽ ഫീഡ് എഫിഷ്യൻസി കുറഞ്ഞു വരുന്നതായി കാണുന്നു. അതായത് തീറ്റയ്ക്ക് അനുസൃതമായിട്ടുള്ള ബോഡി വെയ്റ്റ് അഥവാ കനം കൂടുന്നില്ല എന്നർത്ഥം. ടർക്കി കുഞ്ഞുങ്ങൾ അഥവാ പോൾട്ടിന്റെ ഗ്രോത്ത് ആദ്യ ആഴ്ചയിൽ അതിവേഗമാണല്ലോ. അതുകൊണ്ട് തന്നെ വളർച്ചയ്ക്കായി പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള ഫീഡ് അത്യാവശ്യമാണ്. 28% ക്രൂഡ് പ്രോട്ടീൻ ഉള്ള ഫീഡാണ് പൗൾട്ടിന് കൊടുക്കാറ്. 4 മുതൽ 8 ആഴ്ചയാകുമ്പോഴേക്കും അത് 26% കുറയ്ക്കുന്നു. അഡൾട്ട് ബേഡ്സിന് 14% CPയും 2900 കിലോ കാലറി പെർ kg എനർജിയുമുള്ള ഫീഡാണ് കൊടുക്കാറ്. 6 മാസം കൊണ്ട് ടർക്കി കോഴികൾ 20 മുതൽ 25 കിലോ വരെ ഫീഡ് എടുക്കാറുണ്ട്. പകൽ സമയത്തായിട്ടാണ് ടർക്കി കോഴികൾ മുട്ടയിടാറ്. ഏകദേശം 30 ആഴ്ച പ്രായമാകുമ്പോഴാണ് മുട്ടയിട്ട് തുടങ്ങുന്നത്. ടർക്കി കോഴികൾ മാംസം അഥവാ ഇറച്ചിക്ക് വേണ്ടിയാണല്ലോ വളർത്തുന്നത്. മുട്ടയുൽപാദനം പൊതുവെ കുറവാണ് ടർക്കി കോഴികൾക്ക്. വർഷത്തിൽ 70 മുതൽ 100 മുട്ട വരെയാണ് ടർക്കി കോഴികളുടെ ഉൽപാദനം. ടർക്കി മുട്ടയ്ക്ക് ഏകദേശം 85 ഗ്രാമാണ് ഭാരം വരാറുള്ളത്. കോഴികളുടെയും താറാവിന്റെയും മുട്ടയുടെ വെയിറ്റിനേക്കാൾ കൂടുതലാണ് ടർക്കി കോഴികളുടെ മുട്ടയ്ക്ക്. ഇൻക്യുബേഷൻ പീരീഡ് ആവട്ടെ 28 ദിവസമാണ്. ടർക്കികളിലെ ആൺ പെൺ വലുപ്പത്തിലുള്ള വ്യത്യാസം കാരണം മെയ്റ്റിംഗ് വിജയകരമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ വിരിയിപ്പിക്കാനായിട്ടുള്ള മുട്ട ഉൽപ്പാദിപ്പിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുന്നതാവും നല്ലത്. ശരിയായ മുട്ട ഉൽപാദനത്തിന് ടർക്കി കോഴികൾക്ക് 13 മുതൽ 15 മണിക്കൂർ വരെ ലൈറ്റ് പീരീഡ് ആവശ്യമാണ്. കോമൺ ആയി ടർക്കിയിൽ കണ്ടുവരുന്ന അസുഖമാണ് ന്യൂകാസിൽ ഡിസീസും ഫൗൾ കോളറ എന്നുള്ളവ. അതുകൊണ്ട് തന്നെ അവയ്ക്കെതിരെയായുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി നമുക്ക് ടർക്കിയുടെ ബോഡി പാർട്ട് അഥവാ ബോഡിയുടെ വിവിധ ഭാഗങ്ങൾ പരിചയപ്പെടാം. ആദ്യമായിട്ട് ഹെഡ് ക്രൗൺ. ടോപ്പ് ഓഫ് ദ ഹെഡ് ഈസ് കോൾഡ് ഹെഡ് ക്രൗൺ. ഇതൊരു വൈറ്റിഷ് ടിഞ്ചഡ് ആയിട്ടായിരിക്കും സാധാരണ കാണാറ്. എന്നാൽ ചില സമയങ്ങളിൽ മാത്രം റെഡിഷ് കളറായിട്ടും കാണാറുണ്ട്. ദെൻ ഐ,
360 ആംഗിൾ വിഷനാണ് ടർക്കി കോഴികൾക്കുള്ളത്. അത് കഴിഞ്ഞ് സ്നോഡ് കാണാം. ഇറ്റ് ഈസ് ദ ലോങ് പ്രൊട്രൂബറൻസ് ദാറ്റ് ഹാങ് ഓവർ ദ ബിൽ. അതായത് കൊക്കിന് മുകളിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന ഒരു ഭാഗമാണ് സ്നോഡ്. വാറ്റിൽ കാണാം. കോഴിയുള്ളതിന് സിമിലർ ആയിട്ടുള്ള വാറ്റിൽ തന്നെയാണ്. വാറ്റിലിന് താഴെയായിട്ട് വലിപ്പം കൂടിയ മാംസളമായ ഭാഗമാണ് മേജർ കാരങ്കിൾസ്. ദെൻ ബ്രസ്റ്റ് ഫെതേഴ്സ് കാണാം. ചെസ്റ്റ് റീജിയനിലായി തൂവല് പോലെ അതല്ലെങ്കിൽ ഹെയർസ് പോലെ തൂങ്ങിക്കിടക്കുന്ന തൂവലുകളെയാണ് ബിയേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇത് ആൺപക്ഷികൾക്ക് പെൺപക്ഷികളെ അപേക്ഷിച്ച് വലുതായിരിക്കും. ഫൂട്ട് കാണാം. ഫൂട്ടിൽ സ്പർ ബോൺസ് ഉണ്ടാവും. ഇനി ടർക്കിയുടെ ഫെതേഴ്സിനെ അതിന്റെ പൊസിഷനും ഫംഗ്ഷനൊക്കെ അനുസരിച്ച് പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവയാണ് പ്രൈമറി ഫെതേഴ്സ്, ബാക്ക് ആൻഡ് ബോഡി ഫെതർ, ടെയിൽ കവേർഡ്, ടെയിൽ ഫെതേഴ്സ് ഓർ ട്രൈസസ്, ഇതെല്ലാമാണ്. ഇനി നമുക്ക് അതിന്റെ ഹെഡ് പോർഷൻ മാത്രം ഒന്ന് വിശദമായിട്ട് പഠിക്കാം. ഹെഡിലായിട്ട് നമുക്ക് കാണാനുള്ളത് ഇയേഴ്സ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നോസ്ട്രിൽസ്, ബീക്കിൻ്റെ മുകളിലായിട്ട് നോസ്ട്രിൽസ് കാണാം. ദെൻ ബീക്കിൻ്റെ മുകളിൽ നിന്ന് തൂങ്ങിക്കിടക്കുന്ന സ്നോഡാണ്. കോഴികളുടെ സിമിലർ ആയിട്ടുള്ള വാറ്റിൽസ് കാണാം. അതുപോലെ തന്നെ അതിൻ്റെ കാരങ്കിൾസും കാണാം. മെയിൽ ടർക്കിയെ ടോം ടർക്കി എന്നും പറയുന്നു. ടോം ടർക്കിയിൽ ഹെഡ് റീജിയനിൽ ഫെദർ കാണാറില്ല. എന്നാൽ ബ്രീഡിംഗ് സീസൺ ആവുമ്പോഴേക്കും അതിൻ്റെ ഹെഡ് റീജിയനിൽ ഫെദർ ഡെവലപ്പ് ചെയ്യുന്നു. റെഡ്, വൈറ്റ്, ബ്ലൂ എന്നീ കളറിലുള്ള ഫെദേഴ്സാണ് കാണാറുള്ളത്. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കളേഴ്സും വരാറുണ്ട്. എന്നാൽ ഫീമെയിലാവട്ടെ ഹെഡ് റീജിയനിൽ ചെറിയ ഫെദേഴ്സ് കാണാറുണ്ട്. ഗ്രേ അതല്ലെങ്കിൽ ബ്ലൂ കളറിലായിട്ടുള്ള ഫെദേഴ്സാണ് ഹെഡ് റീജിയനിൽ ഫീമെയിലിൽ കാണാറുള്ളത്. കാരങ്കിൾസ്, മെയിൽസിലും ഫീമെയിൽസിലും കാരങ്കിൾസ് കാണാറുണ്ട്. എന്നാൽ കൂടുതൽ ഫ്ലഷി ഗ്രോത്ത് ഉള്ളത് മെയിൽസിൽ തന്നെയാണ്. ബോത്ത് മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഹാവ് ഫ്ലഷി ഗ്രോത്ത് ഓൺ ദെയർ ഹെഡ് കോൾഡ് കാരങ്കിൾസ്. സ്നൂഡ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ദീസ് ഓൾസോ ഫ്ലഷി പ്രൊട്രൂബറൻസ് ദാറ്റ് ഹാങ് ഓവർ ദെയർ ബിൽ. ഹെഡ് റീജിയനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചുണ്ടിന്റെ ഭാഗത്തുകൂടെ തൂങ്ങിക്കിടക്കുന്ന ഭാഗമാണ് സ്നൂഡ്. മെയിൽ ടർക്കിയിൽ സ്നൂഡ് പൊതുവേ വലുതായിരിക്കും ഫീമെയിലിനെ അപേക്ഷിച്ച്. അടുത്തതായിട്ട് ബിയേർഡ്. എ മെയിൽ ടർക്കി ഗ്രോസ് എ ക്ലസ്റ്റർ ഓഫ് ലോങ് ഹെയർ ലൈക്ക് ഫെദേഴ്സ് ഫ്രം ദ സെന്റർ ഓഫ് ചെസ്റ്റ് ആൻഡ് ഈസ് കോൾഡ് ബിയേർഡ്. ഫീമെയിൽ ടർക്കിയിലും ഈ ബിയേർഡ് കാണാറുണ്ട്. ലോങ് ആയി കിടക്കുന്ന ഹെയർ ലൈക്ക് ആയിട്ടുള്ള ഫെദേഴ്സാണ് ബിയേർഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഫീമെയിലിൽ ഈ ബിയേർഡിന്റെ വലിപ്പം പൊതുവെ കുറവായിരിക്കും. ഹൗ ക്യാൻ യു ഡിഫറൻഷിയേറ്റ് മെയിൽ ടർക്കി ഫ്രം ഫീമെയിൽ? മെയിൽസ് ആർ ഹെവിയർ ദാൻ ഫീമെയിൽസ്. അതുപോലെ തന്നെ മെയിൽസിൽ ബ്ലാക്ക് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ ബിയേഴ്സിന്റെ വലിപ്പം കൂടുതലായിരിക്കും. എന്നാൽ ഫീമെയിൽസിൽ ചെറുതായിരിക്കും ഇതുണ്ടാവാറ്. ഡ്യൂബിൽ ഓർ സ്നൂഡ് ഈസ് റിലേറ്റീവ്ലി ലാർജ് ആൻഡ് പ്ലംപ് ഓർ ഇലാസ്റ്റിക് ഇൻ മെയിൽസ്, വെറസ് ഇൻ ഫീമെയിൽസ് ഇറ്റ് ഈസ് വെരി തിൻ ആൻഡ് ഡൾ. ചെറുതായിട്ടാണ് ഫീമെയിൽസിൽ സാധാരണയായിട്ട് കാണാറുള്ളത്. അതേപോലെ നോൺ ഇലാസ്റ്റിക്കുമായിരിക്കും. അടുത്തതായിട്ട് കാരങ്കിൾസ് നോക്കുകയാണെങ്കിൽ മെയിൽസിൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കാരങ്കിൾസ് കാണാം. ഫീമെയിൽസിനെ അപേക്ഷിച്ച് വളരെ ഡെവലപ്ഡ് ആയിരിക്കും ഇത്. വെൻ സെക്സിംഗ് വഴിയും നമുക്ക് മെയിൽസിനെയും ഫീമെയിൽസിനെയും തിരിച്ചറിയാവുന്നതാണ്. ഡിസീസസ് ഓഫ് ടർക്കി. പാസ്റ്റർലോസിസ്, അതർവൈസ് നോൺ ആസ് ഫൗൾ കോളറ. ഇതൊരു ബാക്ടീരിയൽ ഡിസീസാണ്. പാസ്റ്ററെല്ല മൾട്ടോസിഡ എന്ന ഓർഗാനിസമാണ് ഇത് കോസ് ചെയ്യുന്നത്. അഡൾട്ട് ബേഡ്സിനെയാണ് ഈ ഡിസീസ് പ്രധാനമായിട്ടും എഫക്ട് ചെയ്യുന്നത്. ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഏകദേശം 50% മോർട്ടാലിറ്റി വരാം. അക്യൂട്ട് കേസസിൽ ന്യൂമോണിയ ഓഫ് ലങ് ആണ് സാധാരണ കാണുന്ന ഒരു സിംറ്റം. ലങ് സോളിഡ് ആവുന്നു, ഡാർക്ക് കളർ ആവുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ നമുക്കിത് കാണാവുന്നതാണ്. സാധാരണ സ്ലോട്ടറിംഗ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യാറ്. ഡിസീസ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോക്കിനെ സ്ലോട്ടർ ചെയ്ത് കളയുക എന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ആന്റിബയോട്ടിക് തെറാപ്പി വഴി ഒരു പരിധിവരെ ഡിസീസ് കൺട്രോൾ ചെയ്യാം. വാക്സിനേഷനാണ് വരാതിരിക്കാനുള്ള ഒരു മാർഗം. ഹിസ്റ്റോമോണിയാസിസ്. ദിസ് ഡിസീസ് ഈസ് അതർവൈസ് നോൺ ആസ് ബ്ലാക്ക് ഹെഡ് ഡിസീസ്. ഇത് കോസ് ചെയ്യുന്നത്
ഹിസ്റ്റോമോണാസ് മെലിയാഗ്രിഡിസ് എന്ന പ്രോട്ടോസോവൽ ഓർഗാനിസമാണ്. ഈ ഓർഗാനിസം കോഴിയുടെ ഇൻറ്റസ്റ്റൈനിൽ കാണപ്പെടുന്നു. പക്ഷേ കോഴികളിൽ ഇത് യാതൊരു രീതിയിലുള്ള അസുഖം വരുത്തുന്നുമില്ല. അതുകൊണ്ട് തന്നെ ചിക്കൻ ഈസ് നോൺ ആസ് അസിംപ്റ്റമാറ്റിക് കാരിയർ ഓഫ് ഹിസ്റ്റോമോണാസ്. പക്ഷേ കോഴികളിൽ കാണുന്ന മറ്റൊരു വിരയായിട്ടുള്ള വട്ടവിരയായിട്ടുള്ള അതല്ലെങ്കിൽ റൗണ്ട് വാം ആയിട്ടുള്ള ഹെട്രാക്കിസ് ഗാലിനേറം അതിൻ്റെ ശരീരത്തിലേക്ക് ഈ ഹിസ്റ്റോമോണാസ് മെലിയാഗ്രിഡിസ് കയറുകയും അതിൻ്റെ എഗ്ഗിലൂടെ പുറത്തു വരികയും ചെയ്യുന്നു. ഇങ്ങനെ പുറത്തു വരുന്ന മുട്ടകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയോ അതല്ലെങ്കിൽ അതിൻ്റെ ഫീസിസ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഭക്ഷണം അതിൻ്റെ ശരീരത്തിൽ എത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഓർഗാനിസം ടർക്കിയിൽ കയറുകയും അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് ഹിസ്റ്റോമോണിയാസിസ് എന്ന ഡിസീസ് വരുത്തുകയും ചെയ്യുന്നു. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ മോർട്ടാലിറ്റി വളരെ അധികമായിരിക്കും. കോയിൽ റെയറിംഗ് അഥവാ കാട വളർത്തൽ. കാടയുടെ സയന്റിഫിക് നെയിമാണ് കൊട്രോണിക്സ് ജാപ്പോണിക്ക എന്നുള്ളത്. കാട വളർത്തലിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഷോർട്ട് ജനറേഷൻ ഇൻ്റർവെല്ലാണ്. അതായത് 3 മുതൽ 4 ജനറേഷൻ വരെ ഒരു വർഷത്തിൽ ഉൽപ്പാദിക്കുന്നു. അതുകൊണ്ട് തന്നെ എക്സ്പെരിമെന്റ് പർപ്പസിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പക്ഷി എന്നുള്ളത് കാട തന്നെയാണ്. ഏർലി സെക്ഷൽ മെച്യൂരിറ്റി 6 ആഴ്ചയാവുമ്പോഴേക്കും മുട്ടയിട്ട് തുടങ്ങുന്നു. ലോ ഫീഡ് റിക്വയർമെന്റ്, ഒരു ദിവസം 25 ഗ്രാം ഫീഡ് മാത്രമേ ഒരു കോയിലിന് ആവശ്യമായിട്ടുള്ളൂ. വെരി ലോ സ്പേസ് റിക്വയർമെന്റ്, 8 മുതൽ 10 കാടകൾക്ക് ഒരു കോഴിയുടെ സ്ഥലം ആവശ്യമായി വരും. ഹൈ റേറ്റ് ഓഫ് ലേ, അതായത് ഒരു വർഷത്തിൽ 280 മുട്ട വരെ ഒരു കാട ഇടുന്നു. ഏർലി മാർക്കറ്റിംഗ് ഏജ് ഫോർ മീറ്റ് പർപ്പസ് ബ്രീഡ്, മീറ്റ് പർപ്പസ് ബ്രീഡുകളിലുള്ള കാടകൾ 5 ആഴ്ചയാവുമ്പോഴേക്കും 180 മുതൽ 200 ഗ്രാം വരെ ഭാരം അറ്റൈൻ ചെയ്യുന്നു. ഹൈ ന്യൂട്രിറ്റീവ് വാല്യൂ ഓഫ് എഗ് ആസ് വെൽ ആസ് മീറ്റ്. സാധാരണയായി കണ്ടുവരുന്ന കാട ബ്രീഡുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബോബ് വൈറ്റ് കോയിൽ, ബട്ടൺ കോയിൽസ്, വൈറ്റ് കോയിൽസ് എന്നിവയാണ് അവ. മാനേജ്മെന്റ് ഓഫ് കോയിൽ. കാടകളെ കൂട്ടിലോ ഡീപ് ലിറ്റർ സിസ്റ്റത്തിലോ നമുക്ക് വളർത്താം. ബ്രൂഡിംഗ് സിമിലർ ടു ദാറ്റ് ഓഫ് ചിക്കൻ. ഡേ ഓൾഡ് കോയിൽ ഏകദേശം 7 ഗ്രാമോളം ഭാരം വരുന്നു. ബ്രൂഡിംഗ് സമയത്ത് വെള്ളത്തിൽ വീണ് ചത്തുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാട പക്ഷികൾ വളരെ ചെറുതായതുകൊണ്ട് തന്നെ വെള്ളത്തിൽ മുങ്ങി ചാവാനുള്ള സാധ്യത കൂടുതലാണ്. അതിനാൽ ചിക്ക് വാട്ടറിലാണെങ്കിൽ അതിൽ കല്ലുകളിട്ട് ഷാലോ ആക്കിയിട്ട് വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലോർ സ്പേസ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഹോവറിന്റെ അണ്ടറിൽ 75 സെന്റിമീറ്റർ സ്ക്വയറും അതുപോലെ റൺ സ്പേസായി 75 സെന്റിമീറ്റർ സ്ക്വയറും ആവശ്യമാണ് ഓരോ കാടയ്ക്കും. റീച്ച് സെക്ഷൽ മെച്യൂരിറ്റി അറ്റ് 6 വീക്ക് ഓഫ് ഏജ്, 6 ആഴ്ചയാകുമ്പോഴേക്കും മുട്ടയിട്ട് തുടങ്ങുന്നു. കേജുകളിൽ അഥവാ മൾട്ടിബേഡ് കോളനി കേജുകളിലായി ഹൗസ് ചെയ്തിരിക്കുന്ന വലിയ കാടകൾക്ക് ഒന്നിന് 150 മുതൽ 200 സെന്റിമീറ്റർ സ്ക്വയർ എന്ന രീതിക്ക് ഫ്ലോർ സ്പേസ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. മുട്ടയിടുന്ന കാടകൾക്ക് 16 മണിക്കൂർ ലൈറ്റ് കൊടുക്കേണ്ടതാണ്. മുട്ട സാധാരണയായി കാടക്കോഴികൾ ഇടാറ് വൈകുന്നേരങ്ങളിൽ 3 മുതൽ 7 മണി വരെയുള്ള സമയത്താണ്. താറാവുകളാവട്ടെ രാവിലെയും കോഴികൾ ഉച്ചയ്ക്കുമാണ് മുട്ടയിടാറ്. കാടക്കോഴികളുടെ മുട്ടയുടെ ഭാരം 10 ഗ്രാമും താറാവിൻ്റേത് 70 ഗ്രാമും ടർക്കിയുടേത് 80 ഗ്രാമുമാണ്. കോഴിമുട്ടകൾ ഏകദേശം 45 മുതൽ 55 ഗ്രാം വരെയാണ് ഭാരം വരാറുള്ളത്. ഇൻക്യുബേഷൻ പീരീഡ് ഓഫ് കോയിൽ എഗ് ഈസ് 18 days. ടർക്കിക്ക് ഇത് 28 ദിവസവും താറാവിന് 28 ദിവസവും കോഴികൾക്ക് 21 ദിവസവുമാണ്. കാടക്കോഴികളുടെ മുട്ടകളുടെ കളർ വൈറ്റ് ഓർ ബഫ് മോട്ടിൽഡ് വിത്ത് ബ്ലാക്ക്, ബ്രൗൺ ആൻഡ് ബ്ലൂ ആസ് ഇൻ ദ ഫിഗർ. എഗ്ഷെൽ വളരെ തിന്നാണെങ്കിൽ കൂടി അതിൻ്റെ ഉള്ളിലായി വളരെ തിക്കായിട്ടുള്ള മെംബ്രെയിൻ ഉണ്ട്. അതുകൊണ്ട് കണ്ടൻസ്
പുറത്തു പോവാറ് കുറവാണ്. നല്ല ഫെർട്ടിലിറ്റി ഉണ്ടാവാൻ വേണ്ടി ഒരു മെയിലിന് 2 ഫീമെയിൽ എന്ന രീതിക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഒപ്റ്റിമം ഫെർട്ടിലിറ്റി ഈസ് ഒബ്റ്റെയിൻഡ് വെൻ ദ ഏജ് ഓഫ് ബ്രീഡിംഗ് ഫ്ലോക്ക് ഈസ് 6 months ഓർ ലെസ്. 6 മാസത്തിൽ താഴെയുള്ള കാടക്കോഴികളുടെ മുട്ടകൾ വേണം അടവയ്ക്കാൻ. ഫീഡിംഗ്. ചിക്ക് മാഷിൽ 27% പ്രോട്ടീൻ ഉണ്ടായിരിക്കേണ്ടതാണ്. 3 ആഴ്ച വരെ ചിക്ക് മാഷാണ് കൊടുക്കേണ്ടത്. 4 ആഴ്ച മുതൽ 6 ആഴ്ച വരെയുള്ള സമയത്ത് ഗ്രോവിംഗ് ഫീഡിൽ 24% ക്രൂഡ് പ്രോട്ടീനുള്ള ഫീഡും മുട്ടയിട്ട് തുടങ്ങിയാൽ 6 ആഴ്ചയ്ക്ക് ശേഷം 22% ക്രൂഡ് പ്രോട്ടീനുള്ള ഫീഡുമാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. 5 ആഴ്ച വരെ പ്രായമാവുമ്പോഴേക്കും ഒരു കാടക്കോഴി 400 ഗ്രാം ഫീഡ് എടുക്കുന്നു. ഒരു ദിവസത്തെ ഫീഡ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 25 ഗ്രാം ആണ്. സെക്സ് ഡിഫറൻസിയേഷൻ. കാടക്കോഴികളുടെ ആണിനെയും പെണ്ണിനെയും എങ്ങനെ തിരിച്ചറിയാം എന്ന് നമുക്ക് നോക്കാം. ഫീമെയിൽ ബേർഡ്സ് സ്ലൈറ്റ്ലി ഹെവിയർ ദാൻ ദാറ്റ് ഓഫ് മെയിൽ. Female have black speckles on the throat as well as their breast region. പെൺകോഴികൾക്ക് ബ്രസ്റ്റ് റീജിയനിലും ത്രോട്ടിലുമായി കറുത്ത പുള്ളിക്കുത്തുകൾ അല്ലെങ്കിൽ ബ്രൗൺ കളറിലുള്ള പുള്ളിക്കുത്തുകൾ കാണാം. മെയിൽ കോയിൽ പ്രൊഡ്യൂസ് എ പെക്യൂലിയർ സൗണ്ട് വിച്ച് ഈസ് ആബ്സെന്റ് ഇൻ ഫീമെയിൽ. മെയിൽ പ്രൊഡ്യൂസ് എ വൈറ്റി ഫോമി സെക്രീഷൻ ഫ്രം ദെയർ ക്ലോയാക്കൽ ഗ്ലാൻഡ്. ക്ലോയക്കൽ ഗ്ലാൻഡിൻ്റെ പിക്ചറാണ്. ക്ലോയക്കൽ ഗ്ലാൻഡിൽ നിന്നും വൈറ്റ് ഫോമി സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഡിസീസസ് ഓഫ് കോയിൽ. കാടക്കോഴികൾ സാധാരണ അസുഖങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വാക്സിനേഷനും ഡീവേമിങ്ങും കാടക്കോഴികളിൽ ചെയ്യുക പതിവില്ല. കോയിൽ ഡിസീസ്, അൾസറേറ്റീവ് എൻട്രൈറ്റിസ് കാടക്കോഴിൽ കാണുന്ന ഒരു അസുഖമാണിത്. കോസിറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത് ക്ലോസ്ട്രീഡിയം കോളിനം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയയാണ്. This disease is characterized by ulcers in their intestine as well as the ceca. Predisposing factor ഉണ്ടാവാനുള്ള കാരണം ഓവർ ക്രൗഡിംഗ് ആണ്. Symptoms which include watery white feces, loss of appetite and birds huddled together. It can cause high mortality in bobwhite quails. Important questions. Chicken and turkey cannot rear together. Substantiate the statement. List out the advantages of quail rearing. List out the breed of duck depending on their purpose of rearing. അടുത്തത് activity. Differentiate duck rearing in field as well as farm condition. Paste the picture of different breeds of turkey and quails and list out identifying characters of them in a chart paper. Thank you.